വആതുസ് സക്കാ. നിങ്ങൾ നിസ്കാരം മുറപ്രകാരം നിർവഹിക്കണം, കൃത്യമായും നിത്യമായും നിസ്കാരം നിർവഹിക്കണം. വആതുസ് സക്കാത്ത, സക്കാത്ത് കൊടുക്കുകയും വേണം. നിസ്കാരമൊക്കെ നല്ല നിലക്ക് നിർവഹിക്കും, പക്ഷേ സക്കാത്ത് കൊടുക്കില്ല, അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. എന്റെ വക ഞാൻ പറഞ്ഞതല്ല സഹോദരങ്ങളെ. വലിയ പണ്ഡിതനായ ഖുർആൻ മുഫസ്സിറുകളുടെ നേതാവായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾ നിസ്കരിക്കുന്നു പക്ഷേ വലം യുസക്കി, സക്കാത്ത് കൊടുക്കുന്നില്ല, ലം യുഖ്ബൽ മിൻഹു, അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. നിസ്കരിക്കണമെന്നതിനോട് അള്ളാഹു ചേർത്തി പറഞ്ഞ വിഷയമാണ് സക്കാത്ത് കൊടുക്കണം. അങ്ങനെ കൂട്ടി നോക്കുമ്പോ സമൂഹത്തിൽ നിസ്കാരം സ്വീകരിക്കപ്പെടുന്ന ആളുകൾ 1000 എണ്ണം നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ആളുകളുടെ നിസ്കാരം മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആളുകളുടെ എണ്ണം കൂടി വരുന്ന കാലമാണ്. മുമ്പ് കാലത്ത് സക്കാത്ത് കൊടുക്കാൻ ഒരു മഹല്ലത്തിൽ 3-4 ആളുകളാണെങ്കിൽ ഇപ്പോഴത് 30-ഉം 100-ഉം 150-ഉം ഒക്കെയായി പെരുകിയിട്ടുണ്ട്. സക്കാത്ത് കൊടുക്കേണ്ട കണക്കനുസരിച്ച് പറയുമ്പോ ചെറുപ്പക്കാരനായ ഒരാളുടെ അക്കൗണ്ടിൽ വരെ 30,000-ഉം 40,000-ഉം ഒക്കെ സൂക്ഷിച്ചു കിടക്കുകയാണ്. ഒരു കൊല്ലം അത് കറങ്ങി വരുമ്പോ ആ 40,000 എന്ന് പറയുന്ന കണക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ സംഖ്യയിലേക്ക് ചേരുന്ന കണക്കാണ്. 595 ദിർഹം. അതിന്റെ സംഖ്യ കൂട്ടി നോക്കുമ്പോൾ 31 അല്ലെങ്കിൽ 32 ചില്ലറ വ്യത്യാസങ്ങൾ ചിലപ്പോഴൊക്കെ വരും. സഹോദരങ്ങളെ, 40,000-ഉം 50,000 ഒക്കെയാണ് ചെറിയൊരു അക്കൗണ്ടിലെ തുകയെങ്കിൽ വലുത് കൂട്ടി നോക്കുമ്പോ ലക്ഷങ്ങളാണ്. പിന്നെയും വലുത് കൂട്ടി നോക്കുമ്പോ ലക്ഷങ്ങൾ പല അക്കൗണ്ടിലായിട്ട് കൂട്ടുമ്പോ കോടികളാണ്. കച്ചവടക്കാരെ നോക്ക് നിങ്ങൾ. നമ്മളെ നാട്ടിലൊക്കെ ഉള്ള കച്ചവടക്കാർ മൊത്തം സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര സാധുക്കളെ സംരക്ഷിക്കാൻ കഴിയും? ഇപ്പൊ ഈ നാട്ടിലൊക്കെ ഇതിന്റെ അടുത്ത ടൗൺ ഏതാ? അവിടെയുള്ള കച്ചവടക്കാര് മുസ്ലിങ്ങളല്ലേ ബഹുഭൂരിഭാഗവും. എത്ര കച്ചവടക്കാരുണ്ട്? റിലീഫ് അവർ കൊടുക്കും, സംഭാവനയും കൊടുക്കും. എല്ലാ ദിവസവും വരുന്ന ആൾക്കാർക്ക് റെസീറ്റിൽ 100, 150, 200 കൊടുക്കും. അതല്ല സക്കാത്ത്. സക്കാത്ത് വർഷത്തിൽ അവരുടെ കച്ചവടം തുടങ്ങിയതിനോട് വർഷം തികയുമ്പോ ഉള്ള വിൽപ്പനക്കുള്ള ചരക്ക് കൂട്ടി നോക്കിയിട്ട് ആകെ കിട്ടുന്നതിന്റെ ആ ചരക്കിന്റെ വില കൂട്ടി നോക്കിയിട്ട് എത്രയാണോ തുക ലഭിക്കുന്നത്, സക്കാത്തിന് നിർബന്ധമായ വില ഉണ്ടോ കച്ചവട ചരക്കിന് ഉണ്ടെങ്കിൽ അതിന്റെ 2.5% വില കൊടുക്കണം. ഇത്രയേ ഉള്ളൂ കൊടുക്കാൻ. അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ ഒരു ചെറിയ ഓരോ മാസവും ഒരു 4,000-ഉം 5,000-ഉം ഒക്കെ വാടക കൊടുക്കുന്ന ഒരു ചെറിയ കടയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. ഒരു വർഷമായി കൂട്ടി നോക്കുമ്പോൾ കൊടുക്കേണ്ട ഏകദേശം 1-1.5 ലക്ഷത്തിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടാകും. അത്ര അധികമൊന്നും വേണ്ട. 1 ലക്ഷത്തിന്റെ സാധനം എന്ന് പറഞ്ഞാൽ കുറച്ചു മതി. ആളുകളൊക്കെ നിത്യേന സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ കടയാണെങ്കിൽ അതിൽ ലക്ഷങ്ങളല്ല കോടികൾ ഉണ്ടാവും. ഇപ്പൊ ഒരു തലക്കെന്നങ്ങനെ കൂട്ടി നോക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം 10 ലക്ഷം, ഇതിലൊരു 15 ലക്ഷം, ഒരു 20 ലക്ഷം, അങ്ങനെ കണക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. 20 ലക്ഷം മൊത്തം കൊടുക്കണ്ട, അതിന്റെ ഒരു 2.5% കുറച്ചല്ലേ കൊടുക്കാൻ പറഞ്ഞോളൂ. അതാണ് ആളുകൾ പിശുക്കുന്നത്. നിസ്കരിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, പരീക്ഷണം, മുസ്ലിങ്ങൾക്ക് പരീക്ഷണം വരുന്ന, അദാബ് വരുന്ന കാലം വസ്സക്കാത്തു മഗ്റമ, സക്കാത്ത് കടബാധ്യതയായിട്ട് ബാക്കിയാവും. മരിച്ചു കഴിഞ്ഞാല് ബാപ്പാന്റെയും ഉമ്മാന്റെ ഒക്കെ കണക്ക് കൂട്ടേണ്ടത് ആദ്യമായി കൂട്ടേണ്ട കണക്കുകളിൽപ്പെട്ട കണക്കാണ് സക്കാത്തൊക്കെ. അപ്പോഴാണ് ഉപ്പാന്റെ അക്കൗണ്ട് കാണുന്നത്. 3 തരം അക്കൗണ്ട് ഉണ്ട് വാപ്പക്ക്. അക്കൗണ്ട് പരിശോധിക്കുമ്പോ ഒന്നിലുണ്ട് 12 ലക്ഷം, മറ്റേതില് 15, വേറെ ഒന്നില് 10. അത് അടച്ച് ഡെപ്പോസിറ്റായി വന്ന കണക്ക് കിട്ടാത്ര വലിയ പരണ്ടോ? അതിനിത്ര പ്രയാസമൊന്നുമില്ല. ഏതൊക്കെ സമയത്താണ് ഏതൊക്കെ അടച്ചത് എന്നുള്ളതൊന്ന് പോയാൽ ഒരു മിനിറ്റ് കൊണ്ട് ഇങ്ങനെ
4 ബട്ടൺ അമർത്തിയിട്ട് അതിന് ലിസ്റ്റ് തരും. കണക്ക് കൂട്ടി നോക്കുമ്പോൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട നല്ലൊരു സംഖ്യ ഉണ്ടവിടെ. ഈ 7, 14, 40 അതിന് പകരാകൂല. അതൊക്കെ വേറെ. സക്കാത്തിന്റെ അളവനുസരിച്ച് തന്നെ കൊടുക്കണം. അപ്പൊ അത് വിഹിതിക്കുന്നതിന്റെ മുമ്പ്, പോക്കറ്റിലാക്കുന്നതിന്റെ മുമ്പ് മക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഡെപ്പോസിറ്റ് ആയത് സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് എത്രയായി? ഉമ്മ പറഞ്ഞു മക്കളെ അത് ഏകദേശം ഒരു 10-15 കൊല്ലമായിട്ടുണ്ടാവും. അതെന്താ? അത് വാപ്പ ഗൾഫ് നിർത്തി വന്നത് മുതലുള്ള അക്കൗണ്ടിലുള്ളതാണത്. പിന്നെ അത്യാവശ്യത്തിന് എടുക്കാന്ന് കരുതി ഡെപ്പോസിറ്റ് ചെയ്താ ചെയ്തതിന് തെറ്റൊന്നുമില്ല. അത്യാവശ്യത്തിന് എടുക്കാന്ന് കരുതി അങ്ങനെ സൂക്ഷിച്ചതാണ്. പലിശരഹിത ബാങ്കിലാണ് കൊണ്ടുപോയിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് കൂട്ടിക്കോളൂ നിങ്ങൾ. എല്ലാത്തിനും ഞാൻ അതിന്റെ മസലും കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയാണ് സൂക്ഷിച്ചെന്ന് കൂട്ടിക്കോളൂ. അങ്ങനത്തെ ബാങ്ക് ഉണ്ടല്ലോ. അങ്ങനെയാണ് ഒരാൾ സൂക്ഷിച്ചത്. അപ്പൊ ഇത്രയും അധികം പണം അവിടെ ഡെപ്പോസിറ്റ് ആയിട്ട് 10 വർഷമായെങ്കിൽ കൂട്ടിക്കൊടുക്കുമ്പോൾ നല്ലൊരു സംഖ്യ ഉണ്ടാവൂലേ? നല്ലൊരു സംഖ്യ ഉണ്ടാവും. കൊടുക്കണം. ആ ബാപ്പ ഖബർ കിടന്നിട്ട് സന്തോഷത്തോടെ വീണ്ടും വീണ്ടും ബാപ്പ സവാബും സ്വാലിഹായ അമലുകളൊക്കെ കണ്ട് സുഖിക്കണമെങ്കിൽ ഈ കറ അങ്ങോട്ട് തീരണം. അതൊരു ബാധ്യതയാണ്. പഴയകാലത്ത് വാപ്പമാർക്ക് മാത്രമായിരുന്നു അങ്ങനെ സാമ്പത്തികമായ സ്രോതസ്സെങ്കിൽ ഇന്ന് ഉമ്മമാർക്കുണ്ട്. ഉമ്മാക്ക് കയ്യിൽ കിട്ടിയിരുന്ന തുക ഉമ്മ ഒന്നും ചെലവാക്കാതെ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ കിട്ടിയിരുന്ന തുക പെൻഷനായിട്ട് വന്നത് ഏകദേശം ഒരു 10-20 കൊല്ലത്തോളം അങ്ങനെ മാറി കിട്ടിയിട്ടുണ്ട്, പല വകുപ്പിലായിട്ട്. അല്ല, കുറച്ച് നേരത്തെ കിട്ടാൻ തുടങ്ങിയാണതാണ് വിധവ പെൻഷൻ. അങ്ങനെ പെൻഷനല്ലേ അല്ലേ? എന്റെ ഓർമ്മ ശരിയുണ്ടല്ലോ, ഉണ്ട്. അത് കിട്ടാൻ തുടങ്ങിയിട്ട് ഒരു 35 വർഷമായി കുട്ടികൾ. ഞാൻ ഉദാഹരണം പറയണേ, ഞാൻ ഈ കണക്കൊക്കെ പറഞ്ഞിട്ടാണ് എണീറ്റ് വന്ന് നിൽക്കണം. 35 വർഷമായി എങ്കിൽ ആ 35 വർഷമായിട്ട് ഒരു ആവശ്യത്തിന് സൂക്ഷിച്ചു വെച്ചതാണ് ഉമ്മ. എന്തിന്? കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ കൂട്ടിയിട്ട് ഒന്നെടുത്ത് ഹജ്ജിന് പോകണമെന്ന് കരുതിയിട്ടാണ്. സംഖ്യ ഇഷ്ടം പോലെ സംഖ്യ ഉണ്ട് അതില്. അതെടുത്തു കഴിഞ്ഞാൽ അതിന്റെ നിർബന്ധ വിഹിതമായ കാര്യങ്ങളൊക്കെ ആദ്യം നിർവഹിക്കണം. എന്നിട്ടാണ് വീതം വെപ്പ് നടത്തേണ്ടത്. ആളുകള് പരസ്പരം മക്കളൊക്കെ ഓരിച്ചെടുക്കേണ്ടതാണ്. ആ ഉമ്മ നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെ അല്ലാഹു തആല പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കാൻ, ഉപ്പ നിസ്കരിച്ച നിസ്കാരങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കാൻ അഖീമുസ്സലാത്ത വആതുസ് സക്കാത്ത്, നിസ്കാരം നിർവഹിക്കണം, സക്കാത്തും കൊടുക്കണം. ഒന്നൊന്നിനോട് ചേർന്നതാണ്. സക്കാത്ത് കൊടുക്കാൻ ആള് നല്ല കേമനാണ്, കറക്റ്റിന് കൊടുക്കും. കാരണം മുപ്പൊരു സാമ്പത്തിക പുരോഗതി എപ്പോഴും ലക്ഷ്യം വെക്കുന്ന ആളാണ്. സക്കാത്ത് കൊടുത്താൽ അതുണ്ടാവുന്ന ഉറപ്പാണ്, അള്ളാഹുവിന്റെ വാഗ്ദാനാണ്. സക്കാത്ത് കൊടുത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ചു തരുന്ന അള്ളാഹുവിന്റെ വാഗ്ദത്തമാണ്. വമാ ആതീതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹി ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ. അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യം വെച്ച് നിങ്ങൾ കൊടുക്കുന്ന സക്കാത്ത് ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ, അവർ വർദ്ധനവ് ലഭിക്കുന്നവരാണ്. സക്കാത്ത് കൊടുക്കുന്ന വിഭാഗം വർദ്ധനവ് കിട്ടുന്ന ആളുകളാണ്. ഇഷ്ടം പോലെ സമ്പത്തിൽ അല്ലാഹു തആല പുരോഗതി കൊടുക്കും, അധോഗതി കൊടുക്കുകയില്ല. അതേ സമയത്ത് സക്കാത്തിന്റെ വിഹിതം കലർന്ന സ്വത്തോ, ഹദീസിൽ പറഞ്ഞു മാ ഖാലതത്തിസ് സക്കാത്തു മാലൻ ഇല്ലാ അഹ്ലകതുഹു, സക്കാത്തിന്റെ വിഹിതം ഒരു സ്വത്തിനോട് കലർന്നിട്ടുണ്ട്, പക്ഷെ അത് കൊടുത്തിട്ടില്ല, ആ സ്വത്തിനെ അത് നശിപ്പിക്കും, തകർക്കും. തകർക്കാൻ സഹോദരങ്ങളെ, നല്ലൊരു സുഹൃതത്തിന് കാത്തു സൂക്ഷിച്ചതിന് ഒരു ചെറിയ ഡേഞ്ചർ വന്നാൽ മതി, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മൊത്തം അങ്ങ് പോകും. ഒരൊറ്റ കാരണം കൊണ്ട്. അത് ഒരു മണിക്കൂർ കൊണ്ടാകാം, ഒരു സെക്കൻഡ് കൊണ്ടാകാം, ഒരു ദിവസം കൊണ്ടാകാം. ഇത് കലർന്നത് കൊണ്ടാണത് മൊത്തം അങ്ങനെ ആയിപ്പോയത് എന്ന നിലക്ക് വരാം. മാ ഖാലതത്തിസ് സക്കാത്തു മാലൻ ഇല്ലാ അഹ്ലകതുഹു, നശിപ്പിച്ചു കളയും. വളരെ അധികം കാത്തു സൂക്ഷിച്ച് അധ്വാനിച്ചു കൊണ്ടുണ്ടാക്കിയതാണ് എന്നൊക്കെ പറയും. പക്ഷേ വിഹിതം കൊടുക്കാത്തത് കൊണ്ട് തകർന്ന് തരിപ്പണമായി എന്നും പറയാം. സക്കാത്ത് നല്ലോണം കൊടുക്കും, പക്ഷേ നിസ്കരിക്കൂല.
അവന്റെ സക്കാത്തും അള്ളാഹുവിന് വേണ്ട. പരസ്പരം പൂരകങ്ങളാണ് ആ വിഷയം. സക്കാത്ത് കൊടുക്കുന്നവനാണോ നിസ്കരിക്കണം, നിസ്കരിക്കുന്നവനാണോ സക്കാത്ത് കൊടുക്കണം. ഇനിയും നിർബന്ധമായിട്ട് വരുന്ന ഫിത്ർ സക്കാത്തില്ലേ, അതും ഈ പറഞ്ഞ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാ സക്കാത്തും പെട്ടിട്ടുണ്ട്. ഫിത്ർ സക്കാത്ത് മാത്രമല്ല, സമ്പത്തിന്റെ സക്കാത്തും വിവിധ തരങ്ങളിലും രൂപങ്ങളിലുമാണ് സഹോദരങ്ങളെ അതിന്റെ ബാധ്യതപ്പെട്ട ആളുകളുള്ളത്. പലരും പല രൂപത്തിലാണ്. കടം കൊടുത്തവരുണ്ട്, കടം കിട്ടാനുള്ളവരുണ്ട്. ഇവർക്കൊക്കെ സക്കാത്തിന്റെ ബാധ്യത വരും. പക്ഷേ കിട്ടിയ ശേഷം കൊടുക്കേണ്ട ചുമതലയേ ഉള്ളൂ. അല്ലാതെ കൊടുക്കാനുണ്ടെങ്കിൽ ബാധ്യത ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് നേരത്തെ കൊടുക്കലാ നല്ലത്. മരിക്കുമ്പോഴേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരു കറയായി നിൽക്കേണ്ടതില്ലല്ലോ. കിട്ടിയിട്ട് കൊടുത്താ മതിയോ? മതി. 10 വർഷം കഴിഞ്ഞിട്ടാണ് ഒരാൾ കൊടുത്ത 1 ലക്ഷം കിട്ടുന്നതെങ്കിൽ ആ 1 ലക്ഷത്തിനെ 10 വർഷത്തിന്റെ ശതമാനം വെച്ച് 2.5% കൂട്ടിയിട്ട് സക്കാത്ത് അങ്ങ് കൊടുക്കണം. അങ്ങനെ കൊടുക്കണം. 1 വർഷത്തിന്റെ അല്ല, 10 വർഷത്തിന്റെ. ഇയാൾ കൊടുത്ത് 10 വർഷമായി തിരിച്ചു കിട്ടുമ്പോ കടം. അപ്പോ ഓരോ വർഷത്തിൻ്റെയും കൂട്ടി നോക്കുമ്പോ 1 ലക്ഷത്തിന് 2.5% എന്ന് പറഞ്ഞാൽ 2500 അല്ലേ? 2500. അപ്പൊ 10 വർഷമായി മൊത്തം കൂട്ടുമ്പോ എത്രയായി? 25,000. എന്നാലും പകുതി കൊടുത്തിട്ടില്ലല്ലോ, മുക്കാലിനിയും ബാക്കിയല്ലേ. നമ്മളെങ്ങനെ കൂട്ടറിയോ? 25,000 ഉണ്ടോ? 10 വർഷ സഹോദര, 1 വർഷത്തിന്റെ കണക്കല്ല. അതാ നേരത്തെ പറഞ്ഞു, ഓരോ വർഷവും 2,500 കൊടുക്കാൻ വേറെ വകുപ്പുണ്ട്, എങ്ങനെ കൊടുത്താൽ മതിയായിരുന്നു. എന്നാ പിന്നെ അത് ഒരുമിച്ച് കൂട്ടുമ്പോ അത് അധികം ഉണ്ടല്ലോ എന്ന് പണ്ട് കാറൂന് തോന്നാതിരിക്കാൻ നല്ല അതാ. ഇത് അധികം ഉണ്ടല്ലോ, അതുകൊണ്ട് കൊടുക്കാൻ പറ്റൂല എന്ന് തോന്നി കാറൂന്. കോടിക്കണക്കിന് കോടിക്കോടിയുള്ള കാറൂനാ തോന്നിയത്. അങ്ങനെ തോന്നാതിരിക്കാൻ നല്ലത് വേറെ മേഖലയിൽ നിന്ന് എടുത്ത് കൊടുക്കാണ്ടെങ്കിൽ 1 വർഷം കൊടുത്തേക്കാൻ നല്ലത്. എന്നാ പിന്നെ ഒരുമിച്ച് കിട്ടുമ്പോ ഇതിപ്പോ വേറെ മുറാതെ ഹാസിലാക്കാണ്ട് ഒക്കെ പിന്നെ കൊടുക്കാൻ തോന്നൂല. നല്ലതാ. ബാധ്യത വരുന്ന കിട്ടിയിട്ട് കൊടുത്താൽ മതി. അങ്ങനെ കിട്ടുന്ന എത്ര ആൾക്കാരുണ്ട്? ഇപ്പൊ അടുത്തൊരാൾ പറഞ്ഞു, അയാള് കടം കൊടുത്ത് കിട്ടിയത് 2 ലക്ഷം 20 വർഷം ഞാൻ കിട്ടിയത്. 20 വർഷത്തിന് സക്കാത്ത് അയാൾ കൊടുത്തു. കിട്ടിയിട്ട് കൊടുക്കാൻ തന്നെ അയാൾ തീരുമാനം. കിട്ടിയ ഉടനെ തന്നെ ആ സ്പോട്ടിൽ തന്നെ കൊടുത്തു. അയാൾ പിറ്റേന്നൊക്കെ കാത്തുന്നില്ല. നിർബന്ധ ബാധ്യത വരും. അങ്ങനെ കുറിയിൽപ്പെടുന്ന ചില ആളുകൾക്കും അങ്ങനെ വരും. മഹാഭാഗ്യവാന്മാർക്ക് 1 വർഷം കഴിയുമ്പോൾ കൊടുക്കേണ്ട ആൾക്കാർ വരും. ഫസ്റ്റ് തന്നെ ലക്കിയിൽ 2, 3, 4 ഇതിലൊക്കെ കിട്ടുന്ന ആൾക്കാർ ഭാഗ്യവാന്മാരായിട്ട് അങ്ങനെ വിജയിക്കുകയും ചെയ്യും. ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാധ്യത വരാത്ത രീതിയിലുള്ള ഭാഗ്യവാന്മാർ എന്നർത്ഥം. മറ്റൊരു ഭാഗ്യവാന്മാരാണ്, സക്കാത്ത് കൊടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയല്ലോ എന്നുള്ളവർക്ക് ഭാഗ്യവാന്മാരാണ്. അവർക്കും വരും. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, ഈ നിസ്കാരം എത്ര ആളുകളുടേത് ശരിയാകുമെന്ന് കൂട്ടി നോക്ക് നിങ്ങൾ. സമൂഹത്തിൽ എല്ലാവരും നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ നിസ്കാരത്തോട് അല്ലാഹു തആല ചേർത്തി പറഞ്ഞൊരു വിഷയമാണ് സക്കാത്ത്. അതുണ്ടെങ്കിലേ സ്വീകരിക്കുള്ളൂ. അർഹതപ്പെട്ട ആളുകളാണ് കൂടുതലും വരുന്നത്. കൊടുത്തേക്കണം.